എൻ്റെ പേര് അദ്വികക്കി. ഇന്ന് ഞാനിവിടെ ആരാധന ശ്രീനാരായണ ഗുരുദേവന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരുടെ വിശിഷ്ട അതിഥികളെ, ഗുരുദേവ സ്മരണകൾക്ക് നിസ്സാരമായ ഈ സുദിനത്തിൽ ഇവിടെ ഒരുക്കിയ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്ന മനസ്സുകൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഇന്ത്യയിലെ ഒരു തത്വചിന്തകനും ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. കേരളീയ സമൂഹത്തിൽ നവോത്ഥാനം വിളിച്ച് പകർന്നു തന്ന പുണ്യമഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ജാതിയുടെയും അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിലമർന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പരത്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ അച്ഛമാടനാശാന്റെയും അമ്മ കുട്ടിയമ്മയുടെയും മകനായി 1856 ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയ പൊന്നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. നാണു എന്നായിരുന്നു അദ്ദേഹത്തിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. ഈശ്വര കാര്യങ്ങൾക്കായി പോകുന്നവരെ ജീവിതം തന്നെ രക്ഷിക്കാതിരിക്കുകയില്ല. നമ്മൾ ഈശ്വരന്റെ ഒരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ ഈശ്വര കാരുണ്യം ഉണ്ടായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ദൈവം രണ്ടെന്നോ അനേകമെന്നോ ഒരു പദത്തിലും പറഞ്ഞു കാണിക്കില്ല. ജാതിയും ഒന്ന് മതവും ഒന്ന് എന്ന് പറയുമ്പോൾ ദൈവം ഒന്ന് തന്നെ എന്ന് സിദ്ധമാകുന്നു. ശുദ്ധിയുടെയും ഭക്തിയുടെയും നിലയങ്ങൾ ആയിരിക്കണം ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ ഉള്ളിൽ ഈശ്വര സ്മരണ മുറിയാതെ നിൽക്കണം. ഇതിലേതൊരു കുറവ് വന്നാലും ആരാധന കൊണ്ട് പ്രയോജനമില്ല. വിഗ്രഹങ്ങൾക്ക് പകരം ദീപവും കണ്ണാടിയും പ്രതിഷ്ഠിച്ചതിലൂടെ തന്നിലെ ദൈവത്തെ തിരിച്ചറിയുക എന്ന സന്ദേശമാണ് ഗുരുദേവൻ നൽകിയത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ആഹ്വാനം ചെയ്ത ഗുരു ആരാധനാലയങ്ങൾ വൃത്തിയുള്ളതും വിദ്യ പകർന്നു നൽകുന്നതുമായ ഇടങ്ങളാവണമെന്ന് ആഗ്രഹിച്ചു. ജാതിക്കും മതത്തിനും അതീതമായ ഒരു ആഗോള മാനവികതയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദേവസങ്കല്പം. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് തികച്ചും മാനവികവും അദ്വൈത ചിന്തയിൽ അധിഷ്ഠിതവുമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നായിരുന്നു ഗുരുവിന്റെ അടിസ്ഥാന പ്രമാണം. ഈ ഒരു ജാതി ശ്രീനാരായണ ഗുരുദേവന്റെ ആരാധനാ സങ്കല്പത്തിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. ആദ്യത്തെ, ഏകദൈവ വിശ്വാസം. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നായിരുന്നു ഗുരുവിന്റെ നിലപാട്. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നും ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു. രണ്ടാമത്തെ, ആന്തരിക ശുദ്ധി. വിഗ്രഹ ആരാധനയേക്കാൾ ഉപരിയായി മനസ്സിന്റെ ശുദ്ധിക്കും അറിവിനുമാണ് ഗുരു പ്രാധാന്യം നൽകിയത്. ദൈവം പുറത്തല്ല, ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് എന്ന് ഗുരുദേവൻ വിശ്വസിച്ചു. മൂന്നാമത്തെ, വിപ്ലവാത്മകമായ ആരാധന. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം നിഷേധിച്ചിരുന്ന കാലത്ത് അഴിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ആരാധന എല്ലാവർക്കും ഉള്ളതാണെന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചു. ചരിത്ര പ്രസിദ്ധമായ അരിപ്പുറ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ദേവന്റെ ആത്മീയ ദർശനം എന്തെന്ന് ഈ ലോകം കണ്ടു. ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാനുള്ള ബ്രാഹ്മണ അധികാരത്തിന്റെ എതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു അരിപ്പുറ ക്ഷേത്ര പ്രതിഷ്ഠ. അരുവിയിൽ നിന്നും മുങ്ങിയെടുത്ത കല്ലിൽ പോലും ഈശ്വര ചൈതന്യം കണ്ടെടുത്തിയ നടത്തിയ പ്രതിഷ്ഠയിൽ പ്രകോപിതരായ സവർണ മേധാവിത്വത്തിന്റെയും ജാതി കോപങ്ങളുടെയും സൗമ്യമായ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതികരിച്ചത് നാം രസിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന സൗമ്യമായ മറുപടിക്ക് അതിമഹത്വമായ കണ്ണുകൾക്ക് മുൻപിൽ ജാതിയുടെയും അനാചാരത്തിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും
സവർണ മേധാവിത്വത്തിന്റെ മതിൽ കെട്ടുകൾ ഇവിടെ പാടെ തകർന്നു വീണപ്പോ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന്റെ ശങ്കൊലി മുഴുകുകയായിരുന്നു. ജാതിഭേദം മതദ്വേഷം ഭേദമില്ല സർവരും എന്ന് സോദരത്തേന വരുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുവാൻ അക്കാലത്ത് ഗുരുദേവനല്ലാതെ മറ്റാർക്ക് സാധിക്കും? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന തത്വശാസ്ത്രത്തിൽ, മതമേതായാലും മനുഷ്യൻ നന്നായി മതി എന്ന തത്വശാസ്ത്രത്തിൽ, സ്നേഹം എന്ന നന്മ എന്ന ആ വലിയ തത്വശാസ്ത്രത്തിൽ, ആ ഗുരുവചനങ്ങൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുവാണ്. നന്ദി, നമസ്കാരം.